പുതുതായിട്ട് ഐ ടികളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ഇയറിലോട്ട് കടക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസും ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ഉം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ എവിടെ കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എവിടെയാണ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് വെബ്സൈറ്റിലാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് സിവിലുകാർക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ITI സ്റ്റുഡൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഭാരത് സ്കിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഭാരത് സ്കിൽസ്, ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ് കേട്ടോ. ഭാരത് സ്കിൽസ് എന്നുള്ളതാണ്. നമുക്കിത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പേജാണ് ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഇതിൽ ഭാരത് സ്കിൽ കണ്ടോ നിങ്ങൾ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. നോക്കിക്കേ, ഇതിൽ CTS CITS എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ITI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് CTS എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ അതിൽ CTS യെല്ലോ കളറിലുള്ള CTS എന്നുള്ള വെബ്സൈറ്റ് ആ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഗെയിൻ ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നിങ്ങളുടെ ഈ CTSൻ്റെ ഫുൾ ഫോം ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം എന്നുള്ളതാണ്. ഇതിലാണ് നമ്മുടെ എല്ലാ ITI ട്രേഡുകളുടെയും ഒരു ലിസ്റ്റ് അവൈലബിൾ ആയിട്ട് വരും. കണ്ടോ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക് മെക്കാനിക്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പ്രോഗ്രാമിംഗ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, വയർമാൻ, മെക്കാനിക് ഡീസൽ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ, ടേണർ, മെക്കാനിക്സ്, ഇങ്ങനെ നമ്മുടെ ITIകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 1078 ട്രേഡുകളുണ്ട്. ഈ എല്ലാ ട്രേഡുകളുടെയും ഒരു ലിസ്റ്റ് ഇവിടെ വരും. അതിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണിക്കുന്നത് ബുക്സ് ആണ്. ആൻഡ് റെഡ് കളറിലുള്ളത് ക്വസ്റ്റ്യൻ ബാങ്കും യെല്ലോ കളറിലുള്ളത് ലേണിംഗ് പ്ലാറ്റ്ഫോമുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ട്രേഡ് ഇനി ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നില്ല, ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ്മാൻ എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ യെല്ലോ കളറിൽ നമുക്കവിടെ മേലോട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ട്രേഡ് ഏതാണോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെബ് പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ആയിരിക്കും. കണ്ടോ, ഇതിൽ ഓരോ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് കരിക്കുലം, ലേണിംഗ്, ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്റ്റഡി മെറ്റീരിയൽസിൽ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സൈഡിൽ ഒരു ആരോ കണ്ടു, റൈറ്റ് സൈഡിൽ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ താഴെ സ്റ്റഡി മെറ്റീരിയൽസ് വരും. അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ബുക്സാണ്, ഇതെല്ലാം PDFകളാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ടെക്സ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കാറുണ്ടാവില്ല, അധിക പേരും ഇത് പ്രിൻ്റ് എടുക്കാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ PDF ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ട്രേഡ് പ്രാക്ടിക്കൽ ഫസ്റ്റ് ഇയർ, അതിൽ ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഏതൊക്കെ ലാംഗ്വേജിലാണോ ഇതുള്ളത് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ട്രേഡ് പ്രാക്ടിക്കലിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇപ്പം സെക്കൻഡ് ഇയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇയർ സെക്ഷൻ 2022 ന്യൂ സിലബസ് ഇംഗ്ലീഷ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ PDF നോട്ട്സാണ് തെളിഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ PDF ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി സമയം എടുക്കും, കാരണം ഒത്തിരി പേജസ് ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് കേട്ടോ. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെക്കൻഡ് ഇയറിൻ്റെ ട്രേഡ് പ്രാക്ടിക്കലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് നമുക്ക് ബൈൻഡ് ചെയ്തിട്ടൊക്കെ സൂക്ഷിക്കാം. എപ്പോഴും ടെക്സ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നല്ലത്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒരു സാധനം ഉണ്ടാവുന്നത് നമുക്ക് ഓൺലൈനായിട്ടും ഫോണിൽ കൂടെ ഇതാക്കുന്നതിനേക്കാളൊക്കെ എപ്പോഴും ബെറ്ററാണ് നമ്മളൊരു ബുക്കൊക്കെ മറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുക. അതിന് ഫസ്റ്റ് പേജിലൊക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF. ഇനി നമ്മളിത് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രാക്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഹിന്ദി, തമിഴ്, ഒഡീഷ, അങ്ങനെ കുറേ ലോക്കൽ ലാംഗ്വേജസിലൊക്കെ ഈ ടെക്സ്റ്റ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് നിങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം, മലയാളത്തിലും ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മലയാളം ടെക്സ്റ്റ് ബുക്ക് എന്താണെന്നുള്ളത് കേട്ടോ. കണ്ടോ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അതായത് എങ്ങനെയാണോ ഇംഗ്ലീഷ് ടെക്സ്റ്റിലുള്ളത് അതിൻ്റെ പ്രോപ്പർ നമ്മുടെ ലാംഗ്വേജിലോട്ടുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇനിയിപ്പോൾ ലാംഗ്വേജ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്ത് ചെയ്യുക, മലയാളത്തിലുള്ള ടെക്സ്റ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. എക്സാമിന് പക്ഷേ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. പക്ഷെ അതെന്താണെന്നൊക്കെ ഒരു ഡൗട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ
ടെക്സ്റ്റ് ബുക്കും കൂടെ പ്രിഫർ ചെയ്യാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതിൽ നോക്കി കെട്ടിടത്തിൻ്റെ പ്ലാൻ, AI വിഭാഗം, താമസ സ്ഥലത്തിൻ്റെ മുൻ ഉയരം എന്നിവ വരയ്ക്കുക, 1:50 സ്കെയിൽ സെലക്ട് ചെയ്യുക, പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ. ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഈസി ആക്കാനാണ് അവർ ഈ ലോക്കൽ ലാംഗ്വേജിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിപ്പം സെക്കൻഡ് ഇയറിനെയാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാം അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ട്രേഡ് തിയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോർഷൻ്റെയും ട്രേഡ് തിയറി ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ അവൈലബിൾ ആണ്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയാളത്തിലുള്ളതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസിൽ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് എംപ്ലോയബിലിറ്റി സ്കില്ലാണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ സിലബസും അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിക്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം തിയറി എക്സാമിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ്. സെയിം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്നത് എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സെറ്റ് 1, സെറ്റ് 2 ആൻഡ് സെറ്റ് 3. നെക്സ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെറ്റ് 1, സെറ്റ് 2 ആൻഡ് സെറ്റ് 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ എംപ്ലോയബിലിറ്റി ഫസ്റ്റ് ഇയറിനെ സെക്കൻഡ് ഇയറിനെയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫസ്റ്റ് ഇയറിനെ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിനെ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ ഒരു സെറ്റാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതിൽ നോക്കിക്കേ, സെക്കൻഡ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, സെറ്റ് 1 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവർ ഫസ്റ്റ്, അതായത് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. ഇപ്പുറത്ത് കണ്ടോ മാർക്ക് എന്നുള്ള ഭാഗത്ത് 2 മാർക്കാണ്, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കൂടി പറ്റും. ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇടയ്ക്കെടുത്ത് വായിച്ച് നോക്കാം. അപ്പം ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ഏറ്റവും താഴെ ആയിരിക്കും അവർ ഒരു ടേബിളിലാക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഇവിടെ 1A 2B എന്നൊക്കെ പറഞ്ഞിട്ട് A to A ആ ഓപ്ഷൻസ് വെച്ചിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, താഴെ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിലുള്ള ആൻസർ തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന മെയിലിലോട്ട് അത് മെയിൽ ചെയ്യാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ട്രേഡ് തിയറിയിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ടാവുക ട്രേഡ് തിയറിയിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ തിയറിയുടെ, ആൻഡ് എൻഡിൽ ആ ഒരു കുറച്ച് പോർഷൻ എന്നുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലും പിന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഒന്നിച്ച് സെപ്പറേറ്റ്, അതായത് സെപ്പറേറ്റ് സബ്ജക്റ്റ് വൈസ് കൊടുക്കാതെ 3 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 സെറ്റിലും ട്രേഡ് തിയറിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസും വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിലെ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ പോർഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് കണ്ടു. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എന്നുള്ള പോർഷൻ ഓപ്പൺ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ അത് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെതാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഒക്കെ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ അത് അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റോൾ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചിട്ട് നിങ്ങൾ കയറുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോക്ക് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ ഇതില്ലേ തിയറി എക്സാമിൻ്റെ ഒരു മോഡൽ പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ കയറി നോക്കണേ. പിന്നെ ലാസ്റ്റ് പോർഷൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് വീഡിയോസ്, അതധികം ഹിന്ദിയിലുള്ളതായിരിക്കും വീഡിയോസ് ഉണ്ടായിരിക്കുന്നത്. IT ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഓപ്പൺ ആക്കാം എന്നൊക്കെയുള്ള വീഡിയോസാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത പോർഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് കരിക്കുലം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ QP ആൻഡ് കരിക്കുലമാണ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പം അതിലുള്ളത് എന്താണ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ കരിക്കുലം എന്തൊക്കെയാണ് നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻ നോക്കാം. ഗവൺമെൻറ് റെഡിയാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ കരിക്കുലമാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ നിങ്ങൾ പഠിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എത്ര മണിക്കൂറാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും, എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇങ്ങനെ കുറേ ജനറൽ നിങ്ങളുടെ ട്രേഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുക. ആൻഡ് നെക്സ്റ്റ് ലേണിങ്ങിൽ അവർ എന്തൊക്കെ ടോപ്പിക്സ് എപ്പോഴൊക്കെ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓരോ ക്ലാസ്സുകളുടെ യൂട്യൂബ് ലിങ്ക് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ഇയർ മുതൽ സെക്കൻഡ് ഇയറിൻ്റെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സസ് മിക്കവാറും ഹിന്ദി ക്ലാസ്സസ് ആയിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുക, കാരണം ഓൾ ഇന്ത്യ വെബ്സൈറ്റാണിത്, അതുകൊണ്ടാണ് അങ്ങനെ.
അപ്പോൾ ഇത്രയും പോർഷൻസാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കണം. അത് ITIയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും ഭാരത് സ്കില്ലിൻ്റെ വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഒരു മിനിമം ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യണം. ഇനി പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളും ഇപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് കടന്ന കുട്ടികൾക്കൊക്കെ ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് ഇത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. കാരണം ഇതിലാണ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം ഉള്ളത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേഷനായി, ചിലർക്ക് പഴയതായിരിക്കും, പക്ഷേ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.